PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻവർഷ ചോദ്യപേപ്പറാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സീരീസിന്റെ ലക്ഷ്യം തന്നെ മുൻവർഷ ചോദ്യപേപ്പറിൽ കൃത്യമായിട്ട് പഠിക്കുക എന്നാണ്. ഏതൊരു PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയും 2 വർഷത്തേക്കും മുൻവർഷ ചോദ്യപേപ്പർ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന സീരീസ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പൊ കൃത്യമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ലാബ് അസിസ്റ്റന്റോ അസിസ്റ്റന്റ് സെയിൽസ്മാനോ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ. അപ്പൊ ആർക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ ലാബ് അസിസ്റ്റന്റ് എന്നോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നോ പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ എടുത്തേക്കുന്ന ഓൾറെഡി നമ്മൾ 2024 ചോദ്യപേപ്പറാണ് പഠിക്കാൻ എടുത്തേക്കുന്നത്. ഇതുവരെ 11 ചോദ്യപേപ്പറോളം നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് വീഡിയോ കണ്ടു നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചോദ്യം 019/2024 പഠിക്കാൻ എടുത്തേക്കുന്ന ചോദ്യപേപ്പർ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. നമ്മൾ എപ്പോഴും ഈ ഒരു പൂർണ്ണ സ്വരാജ് കാണുമ്പോൾ പറയാറുണ്ട് ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ്. അപ്പൊ ഒത്തിരി സമ്മേളനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം എന്നാ നടന്നേ? 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ ലാഹോർ സമ്മേളനം എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനമാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ നിരവധി സമരങ്ങൾ നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റ് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണത്? ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ആരാണെന്ന് ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലകാണ് ഉൾപ്പെടാത്തതായിട്ട് വരിക. സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആ ഭേദഗതി എന്ന് പറയുന്നത്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാ? അത് നമ്മുടെ ഹൈക്കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഭരണഘടന ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി മൗലിക അവകാശമാണ്. പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക് ഒക്കെ എന്താ ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടുന്നതാണ്. മൗലിക അവകാശം ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടുന്നില്ല. കൈസർ ഈ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകാൻ ഇടയാക്കിയിട്ടുള്ള സംഭവം ഏതാ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഈ ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണത്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? എന്താണ് ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ എന്താണ്? പഴശ്ശികലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? പഴശ്ശികലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പുന്നപ്ര വയലാർ സമരവുമായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഓപ്ഷൻ സി തൃശ്ശൂരാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ. താഴെ പറഞ്ഞ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ മലയാളി ആരാണത്? ഓപ്ഷൻ ഡി KM പണിക്കർ. റുക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ഏതാണ്? മംഗളയാനാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം 22 ചോദ്യങ്ങളോട് ഡിസ്കസ് ചെയ്തു തോന്നുന്നു. ഈ 22 ചോദ്യങ്ങളും SCERT സോഷ്യൽ സയൻസിന്റെ ബുക്കിൽ അതേപടി കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അച്ചടിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് 22 ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ SCERT സോഷ്യൽ സയൻസ് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും ആഴ്ച ഈ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ ഉണ്ടാവും.
ഇത്രയും വായിച്ച് 22 ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് പഴയതും പുതിയതുമായിട്ടുള്ള ഒക്കെ SCRT ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു സെറ്റിന്റെ ഒപ്പം വരുന്നതാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ SCRT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വേണ്ടവർ മെസ്സേജ് ചെയ്യുക. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഏതാണ് രാജ്യം? 23 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. ഏതാണ്? ബ്രസീൽ ആണ് അല്ലെ? ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നു? പ്രഗ്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഹിമാലയൻ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ശരിയാണ്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരി തന്നെയാണ്. റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി. 1, 3 ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ അതിർത്തി രാജ്യങ്ങളിൽ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. എന്താ? 7 രാജ്യങ്ങൾ ഇന്ത്യയിൽ അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശും ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. അഫ്ഗാനിസ്ഥാനും ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. 3 പ്രസ്താവനയും ശരി തന്നെയാണ്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് തെറ്റായത് നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിൽ പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ശരിയാണോ? ശരിയാണ്. പടിഞ്ഞാറൻ തീരസമുദ്രം ഉൾപ്പെട്ട കൊമറണ്ട തീരസമുദ്രം. തെറ്റാണ്. സുന്ദർവനം പ്രദേശം കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന കിഴക്കൻ തീരസമുദ്രമാണ്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ട് വരുന്നത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണോ? അല്ല. അപ്പോ 1ഉം 2ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് നദീതീരം സംബന്ധിച്ച് ശരിയായിട്ട് പ്രസ്താവനയായിട്ട് വരുന്നത്? അയോധ്യ നഗരം സരയു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധി നഗർ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നദികൾ ഹൂഗ്ലി നദീതീരത്താണ്. ശരിയാണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഏതാണ് അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തതായിട്ട് വരുന്നത്? കേരള തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ശരിയാണോ? ശരിയാണ്. കേരളത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. തെറ്റാണ്. കേരളത്തെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ശരിയാണ്. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. 2ആണ് തെറ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നദികളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ 31 റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം. കിഴക്കോട്ടുള്ള നദികളാണ് കബനി, ഭവാനി, പാമ്പ. ശരിയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദി സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദി രണ്ടാമത് ഭാരതപ്പുഴയ്ക്കാണ്. ഒന്നാമത് ഏതാ? പെരിയാറാണ്. അപ്പോ 1ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കായലുകളെ സംബന്ധിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തത്. കേരളത്തെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിയാണ്. തെറ്റാണ്. സമുദ്രനിരപ്പിന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. 2 മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? കൊല്ലത്ത് തമിഴ്നാട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 34 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? നീണ്ടക തിരുവനന്തപുരം തെറ്റാണ്. അഴീക്കൽ കണ്ണൂർ ശരിയാണ്. പൊന്നാനി മലപ്പുറം ശരിയാണ്. കായംകുളം എറണാകുളം തെറ്റാണ്. 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ ജലവൈദ്യുതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? 35 നോക്കിക്കേ. കേരളത്തിലെ വൈദ്യുത ഉൽപാദന പ്രധാന സ്രോതസ് ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയാണ്. 3 പ്രസ്താവനയും ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ വന്യജീവി സങ്കേതം അവസ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായിട്ടുള്ള യോജിപ്പിച്ച് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 36 റൈറ്റ് ആൻസർ ഏതാണ് നമുക്ക് നോക്കാം. കരിമ്പുഴ മലപ്പുറം ശരിയാണ്. ചിമ്മി പാലക്കാട് തെറ്റാണ്. ചെന്തുരുണി കൊല്ലം ശരിയാണ്. ചൂലന്നൂർ തൃശൂർ തെറ്റാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവന തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങൾ കാണപ്പെടുന്നു. ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് പ്രദേശത്തെ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നു. ശരിയാണ്. 1980 നിലവിൽ വന്നു. അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണോ? അല്ല, പാലക്കാട് ജില്ലയിലുള്ള ഏക ദേശീയോദ്യാനമാണ്. അപ്പൊ ഓപ്ഷൻ
3 തെറ്റാണ്. അപ്പോ 1ഉം 2 ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 38 റൈറ്റ് ആൻസർ ഏതാണ് വരിക? കേരളത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന ഗോദവർമ്മ രാജ, ശരി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത പി ഉഷ, ശരി. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരി ജിമ്മി ജോർജ്, ശരി. 1ഉം 2ഉം 3 ശരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 39 റൈറ്റ് ആൻസർ ആണ് വരുന്നത്. നമുക്ക് നോക്കാം. കേരളത്തെ നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി, തെറ്റാണ്. കേരളത്തിൽ 940 പഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലുണ്ട്, ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ്. അതും ഈ പ്രസ്താവന സംബന്ധിച്ച് ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത് എന്ത് മാത്രമാണുള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. കേരള സ്പീക്കർ M ഷംസീർ ആണ് ഈ ഒരു സമയത്ത് ചോദ്യം വെച്ച് നോക്കാൻ കേട്ടോ നോക്കുന്നേ. M ഷംസീർ ആ ഒരു സമയത്ത് ശരിയാണോ തെറ്റായിട്ടുള്ള ചോദിച്ചേക്കുന്നത്? ശരിയായിരുന്നു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK വൈ ചന്ദ്രചൂഡ് ആയിരുന്നു ആ ഒരു ടൈമില്. ശരിയാണോ? തെറ്റായിരുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ആ സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അപ്പോ അതും ശരി തന്നെ. 2 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എന്താണ് തെറ്റായ പ്രസ്താവന നോക്കാം. ഈ ചോദ്യം PSCക്ക് ആൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന. 2023 എഴുത്ത് പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ, ശരി. 2020 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ, തെറ്റ്. 2020 ഓടക്കുള്ള അവാർഡ് അംബിക സുധൻ മങ്ങാട്, ശരി. അപ്പോൾ 42 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു, ശരി. ISRO ചെയർമാൻ മോഹൻകുമാർ, തെറ്റ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം, ശരി. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ, ശരി. അപ്പൊ 1ഉം 3ഉം 4ഉമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, കേരളത്തിലെ തനതായ നൃത്ത കലാരൂപം ഏത്? ഏതാണ് കേരളത്തിലെ തനതായ നൃത്ത കലാരൂപം? മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? ആരാണ് അമ്മ എന്ന് പറയുന്ന നോവൽ എഴുതിയത്? മാക്സിം ഗോർക്കിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയെ നിയമിതനായ വ്യക്തി. 46 റൈറ്റ് ആൻസർ. ഈ ഒരു ചോദ്യം PSCക്ക് ആൻസർ ആണ് കേട്ടോ. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും വിദേശ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിട്ടുള്ള സ്ഥാപനം ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ലോക്പാൽ ആണ്. ലോക്പാൽ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 48 റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലേസർ ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ആരാണ്? ഈ ഒരു ചോദ്യം PSC ക്യാൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ദേശീയ കായിക വിനോദം ഏത്? ഏത് നമ്മുടെ ദേശീയ കായിക വിനോദം? ഹോക്കിയാണ് അല്ലെ? ഹോക്കി. മനുഷ്യന് ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ആരാണ് ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ബി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2020 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 52 ഓപ്ഷൻ എ ഗ്ലോഡിയ ഗോൾഡിൻ ആണ് കേട്ടോ. അസ്ഥിക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. ഓപ്ഷൻ എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഒരു അസ്ഥി മറ്റൊന്നിന് ഇരുദിശയിലേക്ക് തിരിയുന്ന സന്ധി ഏത്? ഏതാണ്? വിജാഗിരി സന്ധിയാണ്. സി ആകൃതിയിലുള്ള എണ്ണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാ? ഓപ്ഷൻ സി ട്രാക്കിയാണ്. ഇനി നമുക്ക് 56ാമത്തെ ശരിയായിട്ടുള്ള ജോഡി ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. 56 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം അതുപോലെ 3ഉമാണ് ശരി. കാക്കയും പൂച്ചയുമാണ് ശരിയായിട്ട് വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ജീവികളുടെ ഹൃദയ അറകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന എന്തിലേക്ക് വരും? പാറ്റയ്ക്ക് എത്രയുണ്ട്? 13 പാറ്റയ്ക്ക് വരിക. 13 ഹൃദയ അറകളാണ് പാറ്റയ്ക്ക് ഉള്ളത്. ബി പല്ലിക്ക് എത്രയുണ്ട്? പല്ലിക്ക് 4 ഹൃദയ അറകളാണ് പല്ലിക്കുള്ളത്. ദെൻ സി പക്ഷിക്ക് എത്രയുണ്ട്? പക്ഷിക്ക്
സോറി, ഇതിന് ചെറിയ മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ഒന്നോ കറക്റ്റ് അല്ല, ഒന്നോടെ നോക്കാം. ഓക്കെ, ഒന്നോടെ ഞാൻ ചിന്തിച്ചു നോക്കട്ടെ. പാറ്റയ്ക്ക് എത്ര വരും നോക്കി? 57. നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കിയാലോ? 57 പാറ്റയ്ക്ക് 3 ആണ് വരുന്നത്. ഓക്കെ, 13 13. പാറ്റ 13. ബി പല്ലിക്ക് എത്ര വരും? പല്ലിക്ക് 3 ആണ് വരിക. അതായത് 3 ഹൃദയറകളാണ്. പാറ്റയ്ക്കാണ് 13 ഹൃദയറകൾ. ഏറ്റവും കൂടുതൽ പാറ്റയ്ക്കാണ് വരുന്നത്. ദെൻ പക്ഷിക്ക് 4 ഹൃദയറയാണ് പക്ഷിക്ക് വരിക. മത്സ്യത്തിന് എന്ത് വരും? 2. ഓക്കെ, കറക്റ്റ് ആണോ? അതെ, ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന ഏതു വർഷത്തെ പരിസ്ഥിതിത്തിന്റെ തീമാണ്? ഏത് വർഷത്തിന്റെയാ? 58 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി 2023 ആണ് കേട്ടോ. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? ഈ പറയുന്നതിൽ ഏതാണ് സങ്കര ഇനം തക്കാളി അല്ലാത്തതെന്ന് ചോദിച്ചേക്കുന്നത്? ഹരിതയാണ്. ഭാരതത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? 4 ഡയോപ്റ്റർ ആണ്. റേഡിയോ ആക്റ്റീവ് കാർബൺ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏതാണ് അതിൽ വരുന്ന ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? 62 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഈ ചോദ്യം PSC ക്യാൻസൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു കുതിരശക്തി എത്ര വാൾട്ട് ആകുന്നു? ഓപ്ഷൻ ഡി 746 വാട്ടാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? എന്താണ് റോവറിന്റെ പേര്? പ്രഖ്യാനാണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര്? 67 ഓപ്ഷൻ എ അമൃതം ആരോഗ്യം എന്നതാണ് കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 68 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 3 മാത്രമാണ് ശരി. സിറോപ്താൽമി എന്ന രോഗം ഉണ്ടാകുന്ന ഏത് വൈറ്റമിൻ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലമാണ്? ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ എയുടെ ആണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്? 2014 നവംബർ 9-നാണ്. ഗ്ലൂക്കോമ ശരീരത്തെ ഏത് അവയവത്തെ ബാധിക്കുന്നു? ഗ്ലൂക്കോമ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനെയാണ് ഗ്ലൂക്കോമ ബാധിക്കുന്നത് ഓർക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന വൈറസ് രോഗമല്ലാത്തത് ഏത്? ചുവടെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്ത ഏതെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാ? എലിപ്പനിയാണ്. താഴെ പറഞ്ഞ ജീവിതശൈലി രോഗത്തിൽ പെടാത്തത് ഏതാണ് ജീവിതശൈലി രോഗത്തിൽ പെടാത്തത്? മലേറിയ ആണ്. മാനസിക രോഗവിമുക്തരുടെ പുനരധിവാസ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ് പദ്ധതിയുടെ പേര്? 75 റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി സ്നേഹക്കൂടാണ്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്കയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നത് ശ്വാസകോശ രോഗമല്ലാത്ത തിരഞ്ഞെടുക്കുക. ഏതാണ് ശ്വാസകോശ രോഗമല്ലാത്ത വരുന്നത്? നൈഫ്രക്ടീസ് ആണ് കേട്ടോ. ഭിന്നശേഷി അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി? മാതൃജ്യോതിയാണ്. മനുഷ്യടുത്ത ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ചുവടെ നിർത്തിയതിന് ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 80 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 2ഉം ക്ഷയവും ബാക്ടീരിയ അതുപോലെ തന്നെ നിപ്പ വൈറസ് 2ഉം 3ഉമാണ് ശരി. എലിപ്പനി തെറ്റാണ്. അതുപോലെ വട്ടച്ചൊറി തെറ്റാണ്. അപ്പോ 2ഉം 4ഉം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. 2024 ഏകദേശം 25 പരീക്ഷകളാണ് PSC ജനറൽ വിഭാഗത്തിൽ അടുത്തുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 2025-ലുള്ളത് ഇതുവരെ അടുത്തുള്ള ഡിസ്കസ് ചെയ്യും. 2023 ഒക്കെ നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.